രാജ്യവ്യാപകമായി ബി.ജെ.പി. പയറ്റുന്ന ചാക്കുട്ടുപിടിക്കൽ തന്ത്രത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. സാധാരണയായി മറ്റു പാർട്ടികളിൽ അതൃപ്തിയുമായി നിൽക്കുന്ന ജനപ്രതിനിധികളെ ഉടനടി ബി.ജെ.പി. വലവീശി സ്വന്തമാക്കും. ഇപ്പോൾ ലോക്സഭ ഉൾപ്പെടെ നാം അത് കാണുകയാണ്. എന്നാൽ ഇങ്ങ് തെക്ക് ബി.ജെ.പിക്ക് ചുട്ട മറുപടിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് വേരോട്ടമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക. നിലവിൽ മൃഗീയ ഭൂരിപക്ഷവുമായി കോൺഗ്രസാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇന്ന് കർണാടകയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനിടെ സംസ്ഥാനത്ത് വൻ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഒഴിവ് വന്നിരിക്കുന്ന 7 സീറ്റുകളിലേക്ക് 8 പേരാണ് മത്സരിക്കുന്നത്. 224 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് നിലവിൽ 136 അംഗങ്ങളുണ്ട്. അതിനാൽ 4 സീറ്റുകളിൽ ജയം ഉറപ്പാണ്. ഒരംഗത്തിന് ജയിക്കാൻ വേണ്ടത് 28 വോട്ടുകൾ. എന്നാൽ കോൺഗ്രസ് 5 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. JDS 1ഉം ബി.ജെ.പി. 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭയിലെ അംഗബലം വെച്ച് ബി.ജെ.പിക്ക് 2 അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിയും. 7ാമത്തെ സീറ്റിന് വേണ്ടിയാണ് പോരാട്ടം നടക്കുന്നത്. JDS സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാമെന്നായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അവിടെയാണ് കോൺഗ്രസ് നിർണായക നീക്കം നടത്തി 5ാമത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. 5ാമത്തെ അംഗത്തെ ജയിപ്പിക്കാൻ കോൺഗ്രസിന് അധികം വേണ്ടത് 6 വോട്ടുകളാണ്. അതും കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിന് കോൺഗ്രസിനെ സഹായിച്ചത് ബി.ജെ.പിയിൽ നിന്നും പുറത്തായ 2 MLA-മാരും 3 സ്വതന്ത്രരുമാണ്. പുറത്താക്കപ്പെട്ട 2 ബി.ജെ.പി. MLA-മാർ മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് തങ്ങളുടെ MLA-മാരെ റിസോർട്ടുകളിലേക്ക് മാറ്റിയിരുന്നു. ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ ഒഴിവാക്കാനാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. ബംഗളൂരുവിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയുള്ള ടെറിയ റിസോർട്ടിലേക്കാണ് MLA-മാരെ മാറ്റിയത്. ബി.ജെ.പിക്ക് 63 MLA-മാരാണ് സഭയിലുള്ളത്. 2 അംഗങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ 7 വോട്ടുകൾ ബാക്കി. JDS-നുള്ള 18 MLA-മാരെയും ചേർത്താൽ 25 വോട്ടുകളേ വരൂ. എന്നാൽ കോൺഗ്രസിന് 5ാമത്തെ അംഗത്തെയും ജയിപ്പിക്കാനുള്ള അംഗബലം ഉറപ്പായിട്ടുണ്ട്. 28 വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിഫറൻസ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാകും വിജയിയെ പ്രഖ്യാപിക്കുക. അങ്ങനെ വന്നാലും കൂടുതൽ 1ാം വോട്ടുകളുടെ പിൻബലത്തിൽ കോൺഗ്രസിന് 5ാം സീറ്റിൽ ജയിക്കാനാകും. ജൂൺ 30-ന് 7 അംഗങ്ങളുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 75 അംഗ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിലവിൽ കോൺഗ്രസിന് 37ഉം ബി.ജെ.പിക്ക് 29ഉം അംഗങ്ങളാണുള്ളത്. 5 സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി DK ശിവകുമാറിന് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും നൽകും. അടുത്തിടെയാണ് സിദ്ധരാമയ്യയെ മാറ്റി ശിവകുമാറിനെ കർണാടകയുടെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. അതിനു മുന്നോടിയായി പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് DKയ്ക്കുള്ളത്.